PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശനിയാഴ്ച അതായത് 8/2/2025 നടന്ന 10th ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ PSC തന്നിട്ടുള്ളതാണ് വായിക്കാൻ പോണത്. അപ്പോൾ PSC തന്നിട്ടുള്ള പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം നിങ്ങളുടെ സ്കോറ് മനസ്സിലാക്കി കമൻസിലിടുക. ഓക്കെ, ഇതിൻ്റെ കറക്ഷനൊക്കെ കഴിഞ്ഞ് ഫൈനൽ ആൻസർ കീ പിന്നീട് PSC തന്നെ പബ്ലിഷ് ചെയ്യും. ഓക്കെ, ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം പട്ടിക ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് സി ആണ് ഉത്തരം. കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കുമായി നൽകിയിട്ടുള്ള അധികാര വിഭജനം പരാമർശിക്കുന്നു. ഇനി 2, ഇന്ത്യൻ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറിന് ലഭ്യമായ അംഗീകാരങ്ങളിൽ ചിലതാണ് താഴെ നൽകിയിരിക്കുന്നത്. ശരിയായവ കണ്ടെത്തുക. ഇവിടെ തന്നിരിക്കുന്ന 4ഉം ശരിയാണ്, അതുകൊണ്ട് ഡി ആണ് ഉത്തരം. ഇനി 3, കേരളത്തിലെ ചില പ്രശസ്ത കലാരൂപങ്ങളും അവയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയവരുടെ പേരുകളുമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായ ജോഡികൾ കണ്ടെത്തുക. അപ്പോൾ ഒന്നാമത്തെ അതിന് കേരള നടനം എന്നുള്ളതിന് രണ്ടാമത്തെ ഗുരു ഗോപിനാഥ്, പിന്നെ രണ്ടാമത്തേന് 4 വരിക. മൂന്നാമത്തെ ചവിട്ട് നാടകം എന്നുള്ളതിന് ചിന്നത്തമ്പിപ്പിള്ള എന്നുള്ളതാണ്. 4 കൂടിയാട്ടം എന്നുള്ളത് മൂന്നാമത്തെ ഗുരുമണി മാധവ ചാക്യാർ എന്നുള്ളതാണ്. അപ്പോൾ എ ആണ് ഉത്തരം. 4, നാലാമത്തെ ലിഗ്നോസാറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ബി ആണ്. ലോകത്തിലെ ആദ്യത്തെ തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹമാണിത്. ഇനി 5, ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടാത്തത്. സി ആണ്. ഇന്ത്യക്കകത്തുള്ള മറ്റു രാജ്യത്തിൻ്റെ എംബസികൾ, ഹൈക്കമ്മീഷനുകൾ. 6, ലോക നഗര ദിനത്തിൽ യുനെസ്കോ പുറത്തിറക്കിയ 55 ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ ആദ്യ നഗരം ഡി കോഴിക്കോടാണ്. 7, തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എ, സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞം. 8, ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ഉചിതമായ ആശയങ്ങൾ തിരിച്ചറിയുക. ഇവിടെ തന്നിരിക്കുന്നത് രണ്ടാമത്തെ മൂന്നാമത്തെയാണ് ശരി, അപ്പോൾ ബി ആണ് ഉത്തരം. ഇനി 9, രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേര്? ഡി, ഗണതന്ത്ര മണ്ഡപം. 10, ചുവടെ നൽകിയിരിക്കുന്ന തീമുകൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. അത് ഇവിടെ എ ആണ് ഉത്തരം. അതായത് ഒന്നാമത്തേന് 3ഉം രണ്ടാമത്തേന് 4ഉം മൂന്നാമത്തേന് 1ഉം നാലാമത്തേന് 2ഉമാണ്, അതായത് എ. ഇനി 11, സിന്ധു നദിയുടെ പോഷക നദികൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായത് ഏത്? അത് എ ആണ്. ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. 12, ഇന്ത്യയിലെ കാർഷിക കാലങ്ങളിലെ റാബിയുടെ ശരിയായ വിളയിറക്കൽ കാലം? സി, നവംബർ മധ്യം. 13, കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ നഗരം? ഡി, മുംബൈ. 14, 1959 ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്കുശാല? ബി ആണ്. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, റൂർക്കേല. 15, ഇന്ത്യയിലെ 6 വരിപ്പാതകളായ സൂപ്പർ ഹൈവേകളെ ചേർത്ത് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എന്ന പേര് നൽകിയിട്ടുള്ള റോഡ് ഏതെല്ലാം നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ബി ആണ്. ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. 16, 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളാണ് മദ്രാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്? എ ആണ്. തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്. 17, ഡോക്ടർ DS കോത്താരി കമ്മീഷന്റെ ശുപാർശകളിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നതിൽ ഏതാണ്? സി ആണ്. ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം. 18, കേരളത്തിലെ ഏത് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത്? ബി, പറവൂർ. ഇനി 19, തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ നിന്നും ലഭിക്കുന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി താഴെ പറയുന്നതിൽ ഏതാണ്? ഡി, ലിഗ്നൈറ്റ്. 20, സാമൂഹ്യ പരിഷ്കർത്താക്കളും അവർ രൂപം നൽകിയ പ്രസ്ഥാനങ്ങളുമാണ് താഴെ നൽകിയിരിക്കുന്നത് തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടെത്തുക. സി ആണ്. കുമാരഗുരുദേവൻ, സമത്വ സമാജം. 21, ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായി 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിത? ഡി, ആനി ബെസന്റ്. 22, നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം? ബി, ചൗരി ചൗര സംഭവം. 23, 1857 1ാം സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട ഭരണാധികാരി? ഡി, ബഹദൂർ ഷാ രണ്ടാമൻ. 24, ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി? എ, ബാലഗംഗാധര തിലകൻ. 25, ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിൻ്റെ സ്ഥാപകൻ? ബി, അബനീന്ദ്രനാഥ ടാഗോർ. ഇനി 26, ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണത്തിന് വേണ്ടി 1950 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ പുതിയ രൂപം?
എ നീതി ആയോഗ്. 27 പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചതാര്? സി ദാദാഭായ് നവറോജി. 28 ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്? എ രാജാറാം മോഹൻ റോയ്. 29 ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയമിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ? ഡി ഫസൽ അലി. 30 ആരാധനാ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടന്ന പ്രക്ഷോഭങ്ങളുടെ സ്വാധീനഫലമായി തിരുവിതാംകൂർ സർക്കാർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം? സി 1936. 31 താഴെ തന്നിരിക്കുന്നവയിൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? എ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. 32 അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് നിലവിലുള്ള രാജ്യം? സി ശ്രീലങ്ക. ഇനി 33 ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ചപ്പോൾ പ്രസിഡന്റ് പദം ഏറ്റെടുത്തത്? സി ബാസപ്പ ദാനപ്പ ജട്ടി. 34 അന്താരാഷ്ട്ര തർക്കങ്ങൾ മാധ്യസ്ഥം വഴി ഒത്തുതീർപ്പാക്കുന്നതിന് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് പരാമർശിച്ചിരിക്കുന്ന അനുച്ഛേദം? ഡി അനുച്ഛേദം 51(4). 35 രാജ്യസഭയുടെ അധ്യക്ഷനും ഉപാധ്യക്ഷനും ലോകസഭയുടെ സ്പീക്കർക്കും ഡെപ്യൂട്ടി സ്പീക്കർക്കും ഉള്ള ശമ്പളം, ബത്ത ഇവയെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ ആർട്ടിക്കിൾ? ബി ആർട്ടിക്കിൾ 97. 36 തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. എയാണ് ഹൈക്കോടതിയിലെ ജഡ്ജിയുടെ കർത്തവ്യ പെരുമാറ്റത്തെപ്പറ്റി സംസ്ഥാന നിയമനിർമ്മാണ സഭയിൽ ചർച്ചയാകാന്നുള്ളത്. 37 വിവരാവകാശ കമ്മീഷൻ ഘടന? സി മുഖ്യ വിവരാവകാശ കമ്മീഷൻ, സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ, സെക്രട്ടറി, നിയമവിദഗ്ധൻ, ധനകാര്യ വിദഗ്ധൻ, ജോയിന്റ് സെക്രട്ടറി, സെക്ഷൻ ഓഫീസർ? സി ആണ്. 38 നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണർ? സി ശ്രീ വി ഹരിനായർ. 39 ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാഗ് റോഡ് ഉദ്ഘാടനം നടന്നത്? ബി NH-66 മുംബൈ ഗോവ. 40 സമൂഹത്തിലെ ഭൗതിക സ്വത്തുക്കളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും സർക്കാരിനെ ഏറ്റെടുത്ത് പൊതുനന്മയ്ക്കായി വിതരണം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം? ഡി അനുച്ഛേദം 39(ബി). 41 കേരളത്തിൽ സ്ഫടിക മണൽ സമ്പന്നമായ ജില്ല? ഡി ആലപ്പുഴ. 42 കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി? എ പള്ളിവാസൽ. 43 ചെറുതും വലുതുമായ കേരളത്തിലെ കായലുകളുടെ എണ്ണം? ബി 34. 44 പൂക്കോട് തടാകം? എ വയനാട്ടിലാണ്. ഇനി 45 കേരളത്തിലെ ഏറ്റവും ചെറിയ നദി? ബി മഞ്ചേശ്വരം പുഴ. 46 അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി? ബി സി ബാലകൃഷ്ണൻ. 47 കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല? സി പാലക്കാട്. 48 പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി? സി ആനമുടി. 49 കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി? എ കല്ലട. 50 തണ്ണീർമുക്കം ബണ്ട് ഏത് കായലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? ബി വേമ്പനാട്ട്. 51 അയ്യങ്കാളി ജനിച്ച ജില്ല? ഡി തിരുവനന്തപുരം. 52 ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനിക തലവൻ? സി ഗിഫോർഡ്. ഇനി 53 വാഗൺ ട്രാജഡി നടന്ന വർഷം? സി 1721 നവംബർ 10. 54 പൊന്നാനി താലൂക്കിൽ 1896 മാർച്ച് 26 ജനിച്ച നവോത്ഥാന നായകൻ? ബി വി ഡി ഭട്ടതിരിപ്പാട്. 55 താഴെ പറയുന്നവയിൽ ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധമില്ലാത്തത് ഏത്? സി പാലിയം സത്യാഗ്രഹം. 56 എത്രാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനമാണ് 1920 മഞ്ചേരിയിൽ നടന്നത്? ഡി 5. 57 താഴെ പറയുന്ന നവോത്ഥാന നായകരിൽ ഒരേ വർഷം ജനിച്ചവർ? എ ഡോക്ടർ പൽപ്പു അയ്യങ്കാളി. 58 താഴെ കൊടുത്തിരിക്കുന്നതിൽ കാസർഗോഡ് ജില്ലയിൽ നടന്ന സമരം? ബി കയ്യൂർ സമരം. 59 ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മലബാറിൽ നേതൃത്വം നൽകിയ വനിത? എ വി കുട്ടിമാളു അമ്മ. 60 പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് ആര്? എ കുമാരഗുരുദേവൻ. 61 അപകടത്തിൽ ഒരു വ്യക്തിയുടെ സെറിബെല്ലത്തിന് തകരാറ് സംഭവിച്ചു. ഇത് ആ വ്യക്തിയെ എങ്ങനെ ബാധിക്കുന്നു? ബി ശരീര തുലനനില പാലിക്കപ്പെടുന്നില്ല. 62 ശരിയായ ജോഡി കണ്ടെത്തുക. എയാണ് ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചു വാൾട്ടർ ജി റോസൻ. 63 അസ്ഥിയെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്ഥലം? സി പെരിയോസ്റ്റിയം. 64 മനുഷ്യ ശരീരത്തിന്റെ കുടൽ ഭിത്തിയിൽ വെച്ച് ചില ബാക്ടീരിയകൾക്ക് ഈ ജീവകം നിർമ്മിക്കാനാവും. അതിനാൽ ഭക്ഷണത്തിലൂടെ ലഭിക്കേണ്ട ഈ ജീവകത്തിന്റെ അളവ് കുറഞ്ഞാലും അപര്യാപ്തത വരുന്നില്ല. ഇവിടെ പരാമർശിക്കുന്ന ജീവകം ഏതാണ്? ഡി ആണ് ജീവകം കെ. 65 തെങ്ങോലകളിലെ മഞ്ഞളിപ്പിന് കാരണം ഏത് മൂലകത്തിന്റെ കുറവാണ്? എ നൈട്രജൻ. 66 ജന്തുജന്യ രോഗമായ മഞ്ഞപ്പനി പരത്തുന്ന രോഗാണു? ബി വൈറസ്. ഇനി 67 പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് മെയ് 23 പ്രാധാന്യം? ഡി ലോക കടലാമ ദിനം. 68 കേരള സർക്കാരിന്റെ കീഴിലുള്ള സാമൂഹ്യനീതി വകുപ്പ് BPL വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി ഏതാണ്? ബി വയോമധുരം. 69 കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ആസ്ഥാനം? സി തിരുവനന്തപുരം.
70 കാർഡിയോളജി ഏത് അവയവത്തിൻ്റെ തകരാറുകൾ കൈകാര്യം ചെയ്യുന്ന വൈദ്യശാസ്ത്ര ശാഖയാണ്? ബി ഹൃദയം. 71 ഏതുതരം മാധ്യമത്തിലൂടെയാണ് ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത്? എ ഖരം. 72 പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് ഉപയോഗിക്കുന്ന അളവ്? ബി ഊർജം. 73 ഒരു സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുന്ന അവസരത്തിൽ വൈദ്യുതിയുടെ ഏത് ഫലം? ബി രാസഫലം. 74 ചന്ദ്രനിലെ ഗുരുത്വാകർഷണ ത്വരണം? സി 1.62 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. 75 ആറ്റത്തിൻ്റെ പ്ലം പുഡിംഗ് മാതൃക? ജെ തോംസൺ എ ആണ്. 76 ചലിക്കും ചുരുൾ മൈക്രോഫോണിൽ നടക്കുന്ന ഊർജ്ജമാറ്റം? സി ശബ്ദോർജ്ജം വൈദ്യോർജ്ജമായി മാറുന്നു. 77 ചുവടെ കൊടുത്തവയിൽ നിന്ന് സദിശ അളവ്? സി പ്രവേഗം. 78 ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു? എ ടാർട്രസിൻ. 79 ഏത് ലോഹത്തിൻ്റെ അയിരാണ് കലാമിൻ? ബി സിങ്ക്. 80 ഏത് മൂലകത്തിൻ്റെ പ്രതീകമാണ് കെ? പൊട്ടാസ്യം. സി ആണ്. ഇനി 81 3 × 2 ഹരണം 2 - 4 + 5 × 2. അപ്പോൾ ആദ്യം ഗുണനവും ഹരണവും ചെയ്തിട്ടാണ് പ്ലസും മൈനസും ചെയ്യുക. അപ്പോൾ എ 9 കിട്ടും. 82 2/7 എത്ര കൂട്ടിയാലാണ് 1 കിട്ടുക? അപ്പോൾ 1 - 2/7 അതായത് 5/7 ഡി. ഇനി 83 √0.01 × 0.0025 അപ്പോൾ ഡി 0.005. ഇനി 84 രണ്ട് ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം 621, തുക 50. അപ്പോൾ ഈ ഓരോ ഒറ്റ സംഖ്യയുടെയും തൊട്ടടുത്തുള്ള രണ്ട് ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം? ബി 725. 85 122 × 41 5002. അപ്പോൾ 1.22 × 41 വരുമ്പോൾ 50.02 സി വരും. 86 5 സംഖ്യകളുടെ ശരാശരി 51, ചെറിയ സംഖ്യ എ 49. 87 5 അക്കങ്ങളുള്ള സംഖ്യകൾ ആകെ എത്ര എണ്ണമുണ്ട്? എ 90 1000. എ ആണ് ഉത്തരം. ഇനി 88 -1/3 -2/9 -4/3 എന്നീ സംഖ്യകളെ ആരോഹണ ക്രമത്തിൽ എഴുതിയാൽ ശരിയായത് ഏത്? ബി ആണ്. -4/3 -1/3 -2/9. 89 3 പേന വാങ്ങിയാൽ ഒരു പേന വെറുതെ കിട്ടുമെങ്കിൽ ഡിസ്കൗണ്ട്? ഡി 25%. 90 3 വ്യത്യസ്ത റോഡ് ക്രോസിംഗിലെ ട്രാഫിക് ലൈറ്റുകൾ യഥാക്രമം 30 മിനിറ്റ്, 36 മിനിറ്റ്, 48 മിനിറ്റ് എന്നീ സെക്കൻഡുകളിൽ മാറുന്നു. രാവിലെ 7 മണിക്ക് അത് ഒരേ സമയം മാറുകയാണെങ്കിൽ അവ വീണ്ടും ഒരുമിച്ച് മാറുന്നത്? ഡി ആണ് 12 മിനിറ്റിന് ശേഷം. 91 4/3 ഹരണം 4 + 2/3 വില? എ 1 ആണ് വരിക. 92 മയൂഖ ഒരു വരിയിൽ പിന്നിൽ നിന്നും 15-മതും മുന്നിൽ നിന്നും 16-മതുമായി നിൽക്കുന്നു. ആ വരിയിൽ എത്ര പേര്? ബി 30. 93 ഈ ശ്രേണിയിലെ അടുത്ത സംഖ്യ? 4 10 28 82, അടുത്തത് 244. ഡി ആണ്. 94 ശരിയായ രീതിയിൽ ക്രമീകരിച്ചത്? സി ആണ്. സംസ്ഥാനം, പിന്നെ ജില്ല, പഞ്ചായത്ത്, വീട്ടു നമ്പർ. 95 ഓസ്കാർ ഈസ്റ്റു സിനിമ, അപ്പോൾ ബുക്കർ ഈസ്റ്റു സാഹിത്യം? എ ആണ്. ഇനി 96 10² 100, അപ്പോൾ 100² 10,000 ബി വരും. ഇനി 97 വ്യത്യസ്തമായത്? ഇവിടെ ബി ആണ്. ത്രികോണം, മറ്റേതൊക്കെ 4 വശങ്ങളാണ്. ഇനി 98 മകളുടെ വയസ്സിൻ്റെ 5 മടങ്ങാണ് സുനിതയുടെ വയസ്സ്. 2 വർഷം കഴിഞ്ഞാൽ രണ്ടുപേരുടെയും വയസ്സുകളുടെ തുക 40. അപ്പോൾ സുനിതയുടെ ഇപ്പോഴത്തെ വയസ്സ്? സി 30. 99 ഈ ശ്രേണിയിൽ അടുത്തത് ഏത്? അപ്പോൾ ബി ആണ്. IRH. ഇനി 100 7.5 ഇൻറ്റു ബ്രാക്കറ്റിൽ 22.36 + 27.64 മൈനസ് 36.57 + 3.43 ഈക്വൽസ്. അപ്പോൾ ആദ്യം ബ്രാക്കറ്റുകൾ ചെയ്യുക, എന്നിട്ട് ക്രിയ ചെയ്യുക. അപ്പോൾ 75 സി കിട്ടും. അപ്പോൾ ഇത്രയാണ് കഴിഞ്ഞ ദിവസം നടന്ന 10th ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ PSC തന്നിട്ടുള്ള പ്രൊവിഷണൽ ആൻസർ കീ. അപ്പോൾ ഇത് കഴിഞ്ഞ് കറക്ഷൻ കഴിഞ്ഞ് ഫൈനൽ ആൻസർ കീ പിന്നീട് PSC തന്നെ പബ്ലിഷ് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഈ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള സ്കോറ് മനസ്സിലാക്കുക, കമൻസിലിടുക. ഇതിൻ്റെ കറക്ഷൻ വന്നു കഴിയുമ്പോൾ നമുക്ക് അടുത്ത ഇത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഈ പരീക്ഷയെക്കുറിച്ചിട്ടുള്ള അനാലിസിസ്, എക്സാം അനാലിസിസ്, കട്ട് ഓഫൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണാൻ നോക്കുക. ശരി, ഓക്കെ, താങ്ക് യു.